ദി ഗുഡ് ഹാഫ് ഒരു കോമഡി ഡ്രാമ സിനിമയാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ. അതിൻ്റെ ആ ഒരു ലീഡിങ് ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നിക് ജോനസ് ആണ് ഇതിലെ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്, റെൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെൻ എന്ന് പറയുന്ന നമ്മളുടെ നായകൻ ക്ലീവ്ലൻഡിലേക്ക് അല്ലെങ്കിൽ ഒഹായോയിലേക്ക്, തൻ്റെ ഹോം ടൗണിലേക്ക് തിരിച്ചു വരുന്നു. വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഒരു ഫ്യൂണറലിനാണ് തിരിച്ചു വരുന്നത്. അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു റെന്നിൻ്റെത്. അങ്ങനെ ആ ഒരു റെൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ തിരിച്ചു വരുന്നത്, അതായത് അമ്മ മരിച്ചു പോയി എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ വരുന്നു. അവിടെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, ആ ഒരു ഫ്യൂണറൽ നടക്കുന്നത് വരെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. പക്ഷേ അതിനകത്തെല്ലാം കുറച്ച് ഇമോഷൻസ്, അതായത് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വരുന്ന സമയത്ത് സോയി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയൊക്കെ പരിചയപ്പെടുന്നു. അങ്ങനെ വരുന്നു. ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ ലിയ എന്ന് പറയുന്ന സിസ്റ്ററുണ്ട്. പിന്നെ അച്ഛനുണ്ട്, ഒരു സ്റ്റെപ്പ് ഫാദറുണ്ട്. അപ്പം ഇവരുടെ എല്ലാ ഇമോഷൻസും ഉണ്ട്. അപ്പം ഈ ക്യാരക്ടർ റെൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഈ അമ്മ ലില്ലി എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അപ്പം ആ ഒരു റിലേഷനെ ഇതിനകത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സിനിമ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിച്ചു പോകുന്നു. ഇടയ്ക്ക് ഒരു സെക്കൻഡിൽ പെട്ടെന്ന് റെന്നിൻ്റെ മെമ്മറീസിലേക്ക് പോവുകയാണ്. പിന്നെ കുറച്ച് സമയം പാസ്റ്റിലെ ആ ഒരു നല്ല കുറച്ച് മെമ്മറീസ് കാണിക്കുന്നു. വീണ്ടും ആ ഒരു പ്രസൻറ്റിൽ വരുന്നു. പിന്നെയും റെന്നിൻ്റെ മെമ്മറീസിലേക്ക് പോകുന്നു. അങ്ങനെ മെമ്മറീസ്, അതായത് അമ്മയുമായിട്ടുള്ള നല്ല നല്ല മെമ്മറീസ് എവിടെയൊക്കെയാണോ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ എല്ലാം പ്ലേസ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഒരു കണക്ഷൻസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നമുക്കും കൂടി മനസ്സിലാക്കി തരാനായിട്ട് ഇതിനെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ആ ഒരു ഫ്യൂണറൽ തീരുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അത് മാത്രമല്ല, ആ ഒരു ഫാമിലിയുമായിട്ടൊന്ന് റെൻ എന്ന് പറയുന്ന ക്യാരക്ടർ വേറൊരു സിറ്റിയിൽ പോയി താമസിക്കുന്നു. ഈ ഒരു ഫാമിലിയുമായിട്ട് വലിയ അമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഒഴിച്ച് ബാക്കിയാരുമായിട്ട് അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ഫാമിലിയുമായിട്ടൊന്ന് റീകണക്ട് ചെയ്യാനായിട്ട്, അതായത് സിസ്റ്ററുമായിട്ട് ഫാദറുമായിട്ടൊക്കെ ഒന്ന് റീകണക്ട് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. പക്ഷേ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നിക് ജോനസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മ്യൂസിക്കൽ സാധനങ്ങളൊക്കെ കാണുന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം കുറേ ക്ലോസപ്പ് ഷോട്ടുകളും കുറേ ഇമോഷൻസിൻ്റെ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. കാരണം ഈ അമ്മയുമായിട്ടുള്ള മെമ്മറീസ് കാണിക്കുന്ന സമയത്ത് അങ്ങനെ കുറേ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം വൃത്തികേടില്ലാത്ത രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വൺ ടൈം വാച്ചബിൾ ഒരു അടി, വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾക്ക് അങ്ങനെയുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന അത്രയും വാല്യൂ ഉണ്ട്. ഇമോഷൻസിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയാണിത്. അപ്പം ഈ ഒരു ലില്ലിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ അമ്മയുമായിട്ടുള്ള ക്യാരക്ടർ റെന്നിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ്, എന്തായിരുന്നു പ്രശ്നം, എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് മരിക്കുന്നത്, മരിച്ച ഈ ഫ്യൂണറലിന് എങ്ങനെയാണെങ്കിലും കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു പോകുന്നു. ഈ സ്റ്റെപ്പ് ഫാദറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അനിയത്തി അല്ലെങ്കിൽ സിസ്റ്ററുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെല്ലാം കാണിച്ചു ഇതിനകത്ത് സോയി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു. ഈ റെൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇമോഷൻസ് അങ്ങനെ പുറത്ത് കാണിക്കും. അതായത് ഈ അമ്മ മരിച്ചു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാതെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നതും അന്ന് ബ്രേക്ക് ആവുന്ന സീൻ കാണിക്കുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അടിപൊളിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിങ്ങനെ ഒരു 1.25 മണിക്കൂർ ഒരു ഫ്ലോയിലിരുന്ന് കണ്ടുപോകും ഈ ഒരു സിനിമ. ഇത് ഏത് OTTയിൽ കിട്ടും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലറായിട്ടൊരു OTT ഞാൻ നോക്കിയിട്ടെങ്കിൽ കണ്ടത്, അതായത് പോപ്പുലറായിട്ടുള്ള ഒരു OTTയും ഇതുവരെ ഈ ഒരു സിനിമ എടുത്തിട്ടില്ല. ഇതിൻ്റെ HD പ്രിൻ്റ് അവൈലബിൾ ആണ് ആക്ച്വലി. പിന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ പോയി കാണാം, ടെലഗ്രാമിലുള്ളവർക്ക് അവിടെ പോയി കാണാം. അല്ലാതെ വേറൊരു OTTയും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എങ്ങനെ കാണണം എന്നുള്ളത്. എന്തായാലും ഒരു വർത്ത് വാച്ചിങ് ഐറ്റമാണ് ഈ ഒരു ദ ഗുഡ് ഹാഫ് എന്ന് പറയുന്ന സിനിമ. ഇങ്ങനെയുള്ള ഒരു കോമഡി ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. അല്ലാതെ നിങ്ങൾ കുറച്ച് റിയലിസ്റ്റിക് സിനിമകളാണ്, നമ്മളിപ്പം എങ്ങനെയാണ് പറയുക, കുറച്ച് നമ്മളുടെ ലൈഫായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ കാണാൻ പറ്റുന്ന സിനിമ പോലെ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ദ ഗുഡ് ഹാഫ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഈ ഒരു സിനിമ കണ്ടപ്പം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ ആസ് യൂഷ്വൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.